ഉമാ തോമസ് MLAക്ക് അപകടം പറ്റിയ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ GCDA എഞ്ചിനീയറിംഗ് വിഭാഗം ഇപ്പോൾ പരിശോധന നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. താൽക്കാലിക സ്റ്റേജിന് അനുമതി ഉണ്ടായിരുന്നില്ലെന്ന് GCDA വ്യക്തമാക്കിയിരിക്കുന്നു. ISL മത്സരം നടത്തുന്നതുപോലെ സ്റ്റേജ് സംവിധാനം വേണമെന്നായിരുന്നു അനുമതി. എന്നാൽ നിർദ്ദേശങ്ങൾ സംഘാടകർ ലംഘിച്ചുവെന്നും GCDA പറഞ്ഞിട്ടുണ്ട്. അശ്വതി മോൾ ചേരുകയാണ് വിശദാംശങ്ങളുമായി. അശ്വതി, ഇപ്പോൾ അവരുടെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. എന്തൊക്കെയാണ് ഇവർ പറയുന്നത്? പരിശോധന പൂർത്തിയാവുകയാണ് ശ്രീകാർത്തിക. അവിടെ GCDA വ്യക്തമാക്കുന്നത് ISL മത്സരങ്ങൾ നടത്തുന്ന സമയത്തുള്ളതുപോലെയുള്ള സ്റ്റേജ്, അത്തരത്തിലുള്ള ക്രമീകരണം വേണമെന്നായിരുന്നു. പക്ഷേ ഇത് താൽക്കാലിക സ്റ്റേജിന് അനുമതി ഉണ്ടായിരുന്നില്ല എന്നാണ് GCDA വ്യക്തമാക്കുന്നത്. GCDAയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് അവിടെ പരിശോധന നടത്തുന്നത്. GCDAയുടെ റിപ്പോർട്ട് കൂടി ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് പുറമെ ഫയർഫോഴ്സിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് 2 മീറ്റർ ഉയരമുള്ള സ്റ്റേജിന് 1.2 മീറ്റർ ഉറപ്പുള്ള ബാരിക്കേഡ് വേണം എന്നതാണ് ചട്ടം. പക്ഷേ ആ ചട്ടം പാലിച്ചില്ല എന്ന ഫയർഫോഴ്സിന്റെ റിപ്പോർട്ട് കൂടിയുണ്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഫയർഫോഴ്സ് മേധാവിക്ക് ഉടൻ കൈമാറുന്നതായിരിക്കും. മാത്രമല്ല, ബാരിക്കേഡിന് ഉറപ്പുണ്ടായിരുന്നില്ല. ആ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഈ താൽക്കാലിക സ്റ്റേജ് നിർമ്മിച്ചത് തന്നെ സാധാരണ രീതിയിലുള്ള കയറും മറ്റും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അത് ഈ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ഫയർഫോഴ്സിന്റെ റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നതിന്, അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ GCDAയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് GCDAയുടെയും കണ്ടെത്തൽ. ഈ താൽക്കാലിക സ്റ്റേജിന് അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് GCDA വ്യക്തമാക്കുന്നു. ഈ 2 റിപ്പോർട്ടുകളും ഇതിന്റെ അന്വേഷണത്തിലും തുടർ നടപടികളിലും വളരെ നിർണായകമായിരിക്കും. കാരണം മന്ത്രി അടക്കം പങ്കെടുത്ത VIP-കളുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ ഈ സ്റ്റേജ് നിർമ്മാണത്തിൽ വലിയ പാളിച്ചകൾ പറ്റി ഒരു വരി കസേര ഇടാനുള്ള സ്ഥലത്ത് 2 വരി കസേര ഇട്ടു എന്ന് ഫയർഫോഴ്സിന്റെ റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതും ആംബുലൻസ് കൃത്യമായിട്ട് ഉണ്ടായിരുന്നില്ല. ഡോക്ടർമാർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും ആവശ്യത്തിന് ഡോക്ടർമാർ ഉണ്ടായിരുന്നില്ല എന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ GCDAയുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്ന ആ റിപ്പോർട്ടും അതിനുശേഷം ഉണ്ടാകുന്ന റിപ്പോർട്ടും ഒപ്പം തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഫയർഫോഴ്സിന്റെ റിപ്പോർട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായിരിക്കും. എന്തായാലും ഇത് സംഘാടകർക്കെതിരെ വലിയ ഒരു തെളിവായിട്ടും ഈ റിപ്പോർട്ടുകൾ മാറാനുള്ള സാധ്യതയാണ്. അക്ഷതി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം ഫയർഫോഴ്സിന്റെ റിപ്പോർട്ടിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ GCDAയുടെ ഈ ഒരു കണ്ടെത്തലും എല്ലാം വിരൽ ചൂണ്ടുന്നത് കൃത്യമായ ഈ ഒരു സുരക്ഷാ വീഴ്ച സംഭവ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇത്തരത്തിൽ മുന്നറിയിപ്പ് പാലിക്കാത്ത സാഹചര്യത്തിൽ ഈ ഒരു പരിപാടി നടത്തിയ സംഘാടകർക്കെതിരെ നടപടി ഉണ്ടാകുമോ? ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ FIR, നേരത്തെ നമ്മൾ രാവിലെ തന്നെ FIR-ന്റെ വിശദാംശങ്ങൾ പറഞ്ഞിരുന്നു. അത് അനുസരിച്ചുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട, കാരണം ഒരു MLA ഇത്തരത്തിൽ വലിയ അപകടത്തിൽപ്പെട്ടു എന്നത് തന്നെയാണ് ഈ പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം, അത് തുടർ നടപടികളും ഉടൻ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. ഇവിടെ ആശുപത്രിയിൽ 10 മണിക്കാണ് മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നത്. അതിനുശേഷം 10:30 കൂടി MLAയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ബുള്ളറ്റിനും പുറത്തിറങ്ങുന്നതായിരിക്കും. ശ്രീകാർത്തിക. അശ്വതി, അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവം ഉണ്ടായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ ഈ പരിപാടി നിർത്തിവെക്കാനോ അല്ലെങ്കിൽ മറ്റൊരു അവിടെ സംവിധാനങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാനോ ഉള്ള നടപടികളൊന്നും തന്നെ ഈ ഒരു സംഘാടകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു ഗിന്നസ് റെക്കോർഡ് നേടണമെന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എത്തിയവർക്കൊന്നും നിരാശയുണ്ടാകാതെ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ടാണ് ഈ പരിപാടി നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോയതെന്നുള്ളൊരു വിശദീകരണം അവർ നൽകുന്നുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും ഈ പരിപാടി ഉമാ തോമസ് MLA താഴേക്ക് പതിച്ച ആ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം മറ്റുള്ള ആളുകൾ എല്ലാവരും തന്നെ വേദിയിൽ തുടരുകയാണ് ചെയ്തത്. മാത്രമല്ല, ഈ കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നത് ഗ്രൗണ്ടിലാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ തുടരുകയാണ് ചെയ്തത്. അത് നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ്. അത് തുടരുകയാണ് ചെയ്തത്. ഉമാ തോമസ് MLA അവിടെ നിന്നും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. എന്തായാലും പരിപാടി തുടരുകയും അത് കൃത്യമായി, കാരണം വളരെയധികം പൈസ മുടക്കി ഉള്ള ഒരു പരിപാടി, അതിൻ്റെ മറ്റ് പ്രശ്നങ്ങളിലേക്ക്, അതായത് കുട്ടികൾക്ക് ഒരു അപകടം ഉണ്ടാകുന്ന രീതിയിലേക്കൊന്നും അത് മാറിയില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പരിപാടിയുമായി അവർ മുന്നോട്ട് പോയത്. എന്തായാലും ഈ താൽക്കാലിക സ്റ്റേജുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടു, ആ ഒരു ക്യൂ മാനേജർ മാത്രമായിരുന്നു ഈ വേദിയുടെ ആ സൈഡിൽ ഉണ്ടായിരുന്നത്, മുൻവശത്ത് ഉണ്ടായിരുന്നത്. അതാണ് ഏറ്റവും അപകടകരമായിട്ട് ഇപ്പോൾ ഫയർഫോഴ്സും അതുപോലെ തന്നെ GCDAയും ചൂണ്ടിക്കാണിക്കുന്നത്. അത് ചട്ടപ്രകാരം ചട്ടലംഘനമാണ് എന്ന്
കൃത്യമാണ്. അത് ഈ 2 റിപ്പോർട്ടുകളിലും ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കും. ശ്രീകാർത്തിക. ശരി, വ്യക്തമാണ് അശ്വതി. ഏതായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കൃത്യമായ സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ സംഘാടക വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘാടകർക്കെതിരെയും പരിപാടി നടത്തിപ്പുകാർക്കെതിരെയും കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ GCDAയുടെ വിശദീകരണം അതുതന്നെയാണ്. സ്റ്റേജിൽ താൽക്കാലിക സ്റ്റേജിനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അശ്വതിയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ഏറ്റവും ഒടുവിലായുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.